ജോബിൻ്റെ പുസ്തകത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജോബിനോട് അവൻ്റെ വീട്ടുകാരും കൂട്ടുകാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനായി ജീവിച്ചു, പക്ഷേ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. നിനക്ക് ഈ ദുർഗതി വന്നല്ലോ. ജീവിതത്തിൻ്റെ ചില കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ, നന്മകൾ ചെയ്തിട്ടും ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, രോഗാവസ്ഥകളിലൂടെ നമ്മുടെ ജീവിതം കടന്നുപോയപ്പോഴൊക്കെ ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോടും ചോദിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് എന്ത് ചെയ്തു? എന്നാൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തനായ സൈറസിനോട് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരത്തുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന്. കൈപ്പേറിയ ചില ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം എൻ്റെ മുൻപിലുണ്ട്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് അവയെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു വലിയ ശക്തി നമുക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.